ലോകത്ത് ഒരു യുദ്ധം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയൊരു പ്രതിസന്ധി വരുമ്പോൾ നിക്ഷേപകർ ആദ്യം ഓടി ഒളിക്കുന്നത് എവിടെയാണെന്നറിയാമോ? സ്വർണത്തിൽ. കാരണം സ്വർണമെന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻഷുറൻസ് പോലെയാണ്. വമ്പൻ കമ്പനികൾ തകർന്നാലും സർക്കാരുകൾ വീണാലും സ്വർണത്തിന് എപ്പോഴും വിലയുണ്ടാകും. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ചരിത്രത്തിൽ ആദ്യമായി തികച്ചും അസാധാരണമായ ഒന്ന് ഇപ്പോൾ സംഭവിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ യുദ്ധഭീതി നിലനിൽക്കുന്നു. സ്വാഭാവികമായും ഇത്തരം ഘട്ടങ്ങളിൽ സ്വർണ്ണവില റോക്കറ്റ് പോലെ കുതിച്ചുയരേണ്ടതാണ്. എന്നാൽ ഇത്തവണ സംഭവിച്ചതോ? സ്വർണ്ണവില കുത്തനെ താഴേക്ക് പോയി. അത് ചെറിയൊരു വീഴ്ചയല്ല. ഈ വർഷം 2026 ജനുവരിയിൽ സ്വർണ്ണവില ഔൺസിന് $5589 എന്ന സർവകാല റെക്കോർഡിലെത്തിയിരുന്നു. എന്നാൽ ജൂലൈ മാസത്തോടെ അത് $4190 കൂപ്പുകുത്തി. അതായത് ഒറ്റയടിക്ക് ഏകദേശം 25% വമ്പൻ തകർച്ച. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം വരുന്നത്. ലോകം മുഴുവൻ യുദ്ധഭീതിയിൽ നിൽക്കുമ്പോൾ ആളുകൾ എന്തിനാണ് സ്വർണം വിറ്റൊഴിവാക്കിയത്? ഒരു വശത്ത് സ്വർണ്ണവില ഇങ്ങനെ കൂപ്പുകുത്തുമ്പോൾ മറുവശത്ത് ലോകത്തെ ഏറ്റവും വലിയ ബാങ്കുകളായ JP മോർഗനിലെയും വെൽസ് ഫാർഗോയിലെയും സാമ്പത്തിക വിദഗ്ധർ എന്താണ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. Why are people so interested in owning gold in a time like this? Gold is a very excellent diversifier of the portfolio. Gold is God's money, so gold will always be here no matter what the markets are doing. Gold is fooling. We hadn't seen such a magnitude of losses. കേട്ടല്ലോ. അതെ, സ്വർണ്ണവില ഉടനെ ഔൺസിന് $6000 കടക്കുമെന്നാണ് അവർ വളരെ ഉറപ്പിച്ചു പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്വർണം ഇത്രയും വലിയ തകർച്ച നേരിടുമ്പോൾ ഇവർക്ക് മാത്രം ഈ മാറ്റത്തെക്കുറിച്ച് ഇത്ര വലിയ ഉറപ്പ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആരാണ് ഈ തകർച്ചയ്ക്കിടയിലും തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് രഹസ്യമായി സ്വർണം വാങ്ങിക്കൂട്ടുന്നത്? ലോകം മുഴുവൻ പേടിച്ച് നിൽക്കുമ്പോൾ സ്വർണ്ണവില എന്തുകൊണ്ട് തകർന്നു? ഇതിൻ്റെയെല്ലാം യഥാർത്ഥ കാരണം സ്വർണത്തിലല്ല, മറിച്ച് സ്വർണവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നുന്ന വേറൊരു സ്ഥലത്താണ് ഒളിഞ്ഞിരിക്കുന്നത്. ദി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ്. ഭൂമിയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സമുദ്രപാതയാണിത്. ഈ കടലിടുക്കിൻ്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന റൂട്ടിൻ്റെ വീതി വെറും 3 കിലോമീറ്റർ മാത്രമാണ്. എന്നാൽ ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ ഏകദേശം 20% ദിവസവും കടന്നു പോകുന്നത് ഈ ചെറിയ ഇടനാഴിയിലൂടെയാണ്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, UAE തുടങ്ങി വമ്പൻ രാജ്യങ്ങളുടെ എണ്ണ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്നത് ഇതിലൂടെ മാത്രമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അമേരിക്ക ഇറാൻ യുദ്ധം കാരണം ഈ ചെറിയ കടലിടുക്കിൽ കപ്പലുകൾക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ ലോകത്തെ എണ്ണവില കുതിച്ചുയരും. എണ്ണവില കൂടിയാൽ വണ്ടിക്കൂലി കൂടും, സാധനങ്ങളുടെ വില കൂടും. അങ്ങനെ ലോകം മുഴുവൻ വലിയൊരു വിലക്കയറ്റത്തിലേക്ക് കൂപ്പുകുത്തും. ഇവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ് വരുന്നത്. ഈ വിലക്കയറ്റം ഉണ്ടായാൽ പെട്രോളിനും ഭക്ഷണത്തിനും മാത്രമല്ല വില കൂടുന്നത്, അത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിപണികളിൽ ഒന്നായ US ബോണ്ട് മാർക്കറ്റിനെ വലിയ രീതിയിൽ ബാധിക്കും. ഈ ബോണ്ട് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ സ്വർണ്ണവില എന്തിനാണ് ഇത്രയും തകർന്നതെന്നും ഇനി ആര് വിചാരിച്ചാലാണ് സ്വർണം വീണ്ടും $6000 കടക്കുകയെന്നുമുള്ള വലിയ രഹസ്യം നിങ്ങൾക്ക് പിടികിട്ടും. വളരെ സിമ്പിളായി എന്താണ് ഈ ഗവൺമെൻറ് ബോണ്ട് എന്ന് നമുക്ക് നോക്കാം. അമേരിക്കൻ സർക്കാരിന് എപ്പോഴും അവർക്ക് ടാക്സിലൂടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചിലവാണ്. ഈ ബാക്കി വരുന്ന തുക കണ്ടെത്താൻ അവർക്ക് നേരെ ബാങ്കിൽ പോയി കോടിക്കണക്കിന് ഡോളർ ലോൺ ചോദിക്കാൻ പറ്റില്ലല്ലോ. അതിന് പകരം സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന ഒരു കടപ്പത്രമാണ് ഈ ബോണ്ട്. ഉദാഹരണത്തിന് സർക്കാർ ഒരു 10 വർഷത്തേക്ക് ബോണ്ട് ഇറക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ ഈ ബോണ്ട് $1000 കൊടുത്ത് വാങ്ങുന്നു. ഇതിന് പകരമായി സർക്കാർ നിങ്ങൾക്ക് എല്ലാ വർഷവും $40 വെച്ച് പലിശ തരും. 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ആ $1000 തിരികെയും തരും. കേൾക്കാൻ നല്ല സേഫായ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ? പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ്. ഈ 10 വർഷം വരെ നിങ്ങൾ ആ ബോണ്ട് കാത്തിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇടയ്ക്ക് വെച്ച് പണത്തിന് അത്യാവശ്യം വന്നാൽ നിങ്ങൾക്കത് വേറൊരാൾക്ക് വിൽക്കാം. സങ്കല്പിക്കുക, പണത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ നിങ്ങൾ ആ ബോണ്ട് $800 നിങ്ങളുടെ ഒരു സുഹൃത്തിന് വിറ്റു എന്ന് കരുതുക. അവിടെ ഒരു മാജിക്ക് നടക്കും. പുതിയതായി ആ ബോണ്ട് വാങ്ങിയ നിങ്ങളുടെ സുഹൃത്തിന് ചിലവായത് വെറും $800 മാത്രമാണ്. പക്ഷെ അയാൾക്കും സർക്കാർ നേരത്തെ നിശ്ചയിച്ച അതേ $40 തന്നെ എല്ലാ വർഷവും പലിശയായി നൽകും. അതായത് $800 മുടക്കി അയാൾക്ക് കിട്ടുന്ന യഥാർത്ഥ ലാഭം ഒറ്റയടിക്ക് 5% ഉയരുന്നു. ഇതൊന്ന് പെട്ടെന്ന് തലയിൽ കയറാൻ നമ്മുടെ നാട്ടിലെ ഒരു ഉദാഹരണം ഞാൻ പറയാം.
നിങ്ങൾ 10 ലക്ഷം രൂപ കൊടുത്ത് ടൗണിലൊരു കടമുറി വാങ്ങി എന്ന് കരുതുക. അതിൽ നിന്ന് നിങ്ങൾക്ക് വർഷത്തിൽ 1 ലക്ഷം രൂപ വാടക കിട്ടുന്നുണ്ട്, അതായത് 10%. പെട്ടെന്ന് നിങ്ങൾക്ക് പണത്തിന് വലിയ അത്യാവശ്യം വന്ന് ആ കടമുറി നിങ്ങൾ 5 ലക്ഷം രൂപയ്ക്ക് വേറൊരാൾക്ക് വിൽക്കുന്നു. ആ പുതിയ ആൾക്ക് ചിലവായത് വെറും 5 ലക്ഷം രൂപയാണെങ്കിലും കടയിലെ വാടകക്കാരൻ ഇപ്പോഴും പഴയതുപോലെ 1 ലക്ഷം രൂപ തന്നെ വാടക കൊടുക്കും. അപ്പോൾ വെറും 5 ലക്ഷം മുടക്കിയ ആ പുതിയ ആൾക്ക് കിട്ടുന്ന ലാഭം, അതായത് ഈൽഡ്, ഒറ്റയടിക്ക് 20% മാറി. കൃത്യം ഇതേ സിസ്റ്റം തന്നെയാണ് അമേരിക്കൻ ബോണ്ട് മാർക്കറ്റിലും നടക്കുന്നത്. ഇതിനെയാണ് സാമ്പത്തിക ലോകത്ത് ബോണ്ട് ഈൽഡ് എന്ന് വിളിക്കുന്നത്. അതായത് അസറ്റിൻ്റെയോ ബോണ്ടിൻ്റെയോ വില കുറയുമ്പോൾ ഈൽഡ്, അതായത് ലാഭം കൂടും. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ യഥാർത്ഥ വില്ലൻ വരികയാണ്, പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ. ഭൂമിയോ സ്വർണമോ ഷെയറുകളോ പോലെയല്ല ബോണ്ട്. നിങ്ങൾ ഒരു ഭൂമി വാങ്ങിയാൽ നാട്ടിൽ വിലക്കയറ്റം വരുമ്പോൾ അതിനനുസരിച്ച് ഭൂമിയുടെ വിലയും കൂടും. പക്ഷേ ബോണ്ടിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാ വർഷവും ഒരേ തുകയാണ്, ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ആണ്. ഇത് ലളിതമായി ചിന്തിച്ചു നോക്കൂ. ഇന്ന് നിങ്ങൾക്ക് ബോണ്ടിൽ നിന്ന് പലിശയായി കിട്ടുന്ന 1000 രൂപയ്ക്ക് ഒരുപക്ഷെ ഒരു മാസം വീട്ടിലേക്കുള്ള പച്ചക്കറി മുഴുവൻ വാങ്ങാൻ കഴിഞ്ഞേക്കാം. എന്നാൽ വിലക്കയറ്റം വന്ന് ഒരു 5 വർഷം കഴിയുമ്പോൾ അതേ 1000 രൂപ കൊണ്ട് ചിലപ്പോൾ പകുതി സാധനങ്ങൾ പോലും വാങ്ങാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന തുക അവിടെ തന്നെ ഉണ്ട്, പക്ഷേ ആ പണത്തിൻ്റെ മൂല്യം അഥവാ പവർ ഇടിഞ്ഞുപോയി. ഇതാണ് അമേരിക്കൻ ബോണ്ട് മാർക്കറ്റിലെ വമ്പൻ നിക്ഷേപകരെ ഭയപ്പെടുത്തുന്നത്. യുദ്ധഭീതി കാരണം വിലക്കയറ്റം വരുമെന്ന് ഉറപ്പാകുമ്പോൾ അവർക്ക് മനസ്സിലാകും തങ്ങൾക്ക് കിട്ടുന്ന ഈ ഫിക്സ്ഡ് പലിശ കൊണ്ട് ഭാവിയിൽ യാതൊരു കാര്യവുമില്ല എന്ന്. ഇത് മനസ്സിലാക്കുന്ന നിക്ഷേപകർ കൂട്ടത്തോടെ അവരുടെ കയ്യിലുള്ള ബോണ്ടുകൾ വിറ്റൊഴിവാക്കാൻ തുടങ്ങും. മാർക്കറ്റിൽ എല്ലാവരും കൂടി ഒരേ സമയം ഒരു സാധനം വിൽക്കാൻ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും അതിൻ്റെ വില കുത്തനെ ഇടിയും. തൊട്ട് മുന്നത്തെ ഭാഗത്ത് നമ്മൾ കണ്ടല്ലോ ബോണ്ടിൻ്റെ വില ഇടിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന്. അതെ, വിൽപ്പന കൂടി ബോണ്ടിൻ്റെ വില താഴേക്ക് പോകുമ്പോൾ ഈൽഡ്, അതായത് ലാഭം റോക്കറ്റ് പോലെ കുതിച്ചുയരും. ഇപ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയും വിശദമായി പറഞ്ഞതെന്നല്ലേ? ഇവിടെയാണ് ലോകത്തെ ഏറ്റവും വലിയ ഗെയിം നടക്കുന്നത്. അമേരിക്കൻ സർക്കാരിൻ്റെ ഈ ബോണ്ട് ഈൽഡും സ്വർണ്ണവിലയും തമ്മിൽ ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു ബന്ധമുണ്ട്. ആ രഹസ്യത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ഈ അടുത്ത്, അതായത് 2026 ജൂലൈ 9 അമേരിക്കൻ സർക്കാർ അവരുടെ 30 വർഷത്തെ ട്രഷറി ബോണ്ടുകൾക്കായി ഒരു ലേലം നടത്തി. ഇതിൽ അവർ നിക്ഷേപകർക്ക് നൽകിയ പലിശ, അതായത് ഈൽഡ് എത്രയാണെന്നോ, ഏകദേശം 5.058%. ഒറ്റ നോട്ടത്തിൽ ഇത് വലിയൊരു സംഖ്യയായി തോന്നില്ലായിരിക്കാം. എന്നാൽ കഴിഞ്ഞ 19 വർഷത്തിനിടയിൽ, അതായത് 2007 ശേഷം ആദ്യമായാണ് അമേരിക്കൻ സർക്കാരിൻ്റെ ബോണ്ടുകൾക്ക് ഇത്രയും ഉയർന്ന പലിശ കിട്ടുന്നത്. ഇനി നിങ്ങളൊരു കോടീശ്വരനായി നിക്ഷേപകനാണെന്ന് കരുതുക. നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷനുകളുണ്ട്. ഒരു ഭാഗത്ത് സ്വർണം എത്ര കാലം ലോക്കറിൽ വെച്ചാലും അതിൽ നിന്ന് നിങ്ങൾക്ക് മാസം തോറുമോ വർഷം തോറുമോ പലിശയായി 1 രൂപ പോലും കിട്ടില്ല. വില കൂടിയാൽ മാത്രം ലാഭം. എന്നാൽ മറുഭാഗത്ത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കൻ സർക്കാർ യാതൊരു റിസ്ക്കുമില്ലാതെ 30 വർഷത്തേക്ക് 5% മുകളിൽ ഉറപ്പായ പലിശ തരാമെന്ന് പറയുന്നു. നിങ്ങളുടെ കോടിക്കണക്കിന് രൂപ നിങ്ങൾ ഇതിൽ എവിടെ നിക്ഷേപിക്കും? സ്വാഭാവികമായും വലിയ ഇൻവെസ്റ്റർമാർ സ്വർണം വിറ്റ് ബോണ്ടുകൾ വാങ്ങാൻ തുടങ്ങി. ഇതിൻ്റെ ഫലം എന്തായിരുന്നു എന്നറിയാമോ? ജൂൺ മാസത്തിൽ മാത്രം ലോകമെമ്പാടുമുള്ള ഗോൾഡ് ETF-കളിൽ നിന്ന് നിക്ഷേപകർ വലിച്ചെടുത്തത് ഏകദേശം $8.9 ബില്യൺ, അതായത് ഏതാണ്ട് 74,000 കോടി രൂപ. ഗോൾഡ് ETF എന്ന് പറഞ്ഞാൽ സ്വർണം ബിസ്ക്കറ്റായോ ആഭരണമായോ വാങ്ങാതെ ഫണ്ടുകൾ വഴി, അതായത് ഡിജിറ്റലായി സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന രീതിയാണ്. ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ പണം പിൻവലിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന വമ്പൻ കമ്പനികൾക്ക് പണം തിരികെ നൽകാൻ വേണ്ടി അവർ ബാങ്ക് ലോക്കറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന യഥാർത്ഥ സ്വർണം, ഫിസിക്കൽ ഗോൾഡ് വൻതോതിൽ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, 74,000 കോടി രൂപയുടെ സ്വർണം ഒന്നിച്ച് മാർക്കറ്റിൽ വിൽക്കാൻ വന്നാൽ എന്ത് സംഭവിക്കും? സ്വർണത്തിൻ്റെ സപ്ലൈ കൂടും, വില അക്ഷരാർത്ഥത്തിൽ കൂപ്പുകുത്തും. അതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ഇവിടെയാണ് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു വലിയ ലോജിക്ക് പ്രശ്നം വരുന്നത്. പണപ്പെരുപ്പം വരുമ്പോൾ ബോണ്ടിന്റെ മൂല്യം ഇടിയുമെന്ന് നമ്മൾ തൊട്ടു മുൻപത്തെ ഭാഗത്ത് കണ്ടല്ലോ. യുദ്ധഭീതി കാരണം വിലക്കയറ്റം വരുമെന്ന് ഉറപ്പുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഈ വമ്പൻ നിക്ഷേപകർ പണപ്പെരുപ്പത്തെ പോലും ഭയക്കാതെ സ്വർണം വിറ്റ് ഈ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയത്? ഇതിന്റെ ഉത്തരം ഒളിച്ചിരിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരൊറ്റ വാക്കിലാണ്: റിസഷൻ അഥവാ സാമ്പത്തിക മാന്ദ്യം. ഒന്ന് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ 1973 ഓയിൽ ക്രൈസിസ്,
1990 ഇറാഖ് കുവൈറ്റ് ആക്രമിച്ച സമയം, 2001 സെപ്റ്റംബർ 11 ആക്രമണം, ഈ വലിയ പ്രതിസന്ധികൾ ഉണ്ടായ സമയത്തെല്ലാം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലായിരുന്നു. ആ മാന്ദ്യമാണ് യഥാർത്ഥത്തിൽ സ്വർണത്തിൻ്റെ തലവര മാറ്റി എഴുതാറുള്ളത്. സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അവിടെയാണ് അമേരിക്കൻ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് കളത്തിലിറങ്ങുന്നത്. നമ്മുടെ ഇന്ത്യയിൽ RBI എങ്ങനെയാണോ അതുപോലെയാണ് അമേരിക്കയിൽ ഫെഡറൽ റിസർവ് ബാങ്ക്. രാജ്യം വലിയൊരു സാമ്പത്തിക തകർച്ച നേരിടുമ്പോൾ ഫെഡറൽ റിസർവ് അവരുടെ പോളിസി പലിശ നിരക്കുകൾ കുത്തനെ കുറയ്ക്കും. സങ്കല്പിക്കുക, അവർ പലിശ നിരക്ക് 6% നിന്നും 4% കുറയ്ക്കുന്നു എന്ന് കരുതുക. ഇതോടെ ബാങ്കുകൾ സാധാരണക്കാർക്ക് നൽകുന്ന ലോണുകളുടെ പലിശയും കുറയ്ക്കും. 9% പലിശ ഉണ്ടായിരുന്ന ഭവന വായ്പ, ഹോം ലോണ്, അതോടെ 7% ബിസിനസ് വായ്പകൾ 11 നിന്ന് 9% മാറും. പലിശ ഇത്രയും കുറയുമ്പോൾ ആളുകൾ വീട് വെക്കാനും കച്ചവടം തുടങ്ങാനും കൂടുതൽ ലോൺ എടുക്കാനും ബിസിനസ്സുകൾ വളരുകയും ജനങ്ങളുടെ കയ്യിൽ പണം വരികയും ചെയ്യും. അങ്ങനെ രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് കരകയറും. ഈ സമയത്താണ് സ്വർണത്തിന് ശരിക്കും ലോട്ടറി അടിക്കുന്നത്. ഒരു വലിയ യുദ്ധമോ പ്രതിസന്ധിയോ വരുമ്പോൾ സ്വർണത്തിന് 2 ഭാഗത്തു നിന്നാണ് ശക്തി ലഭിക്കുന്നത്. ഒന്ന്, ജനങ്ങളുടെ ഭയം. മാർക്കറ്റുകൾ തകരുമെന്ന ഭയം കാരണം ആളുകൾ സ്വർണം വാങ്ങും. 2, അമേരിക്കയിൽ പലിശ നിരക്കുകൾ കുറവായതുകൊണ്ട് ബാങ്കിലോ ബോണ്ടുകളിലോ പണം നിക്ഷേപിച്ചാൽ വലിയ ലാഭം കിട്ടില്ല. അപ്പോൾ ആളുകൾ വീണ്ടും സ്വർണത്തിലേക്ക് തന്നെ തിരിയും. എന്നാൽ ഇത്തവണ ആ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് സ്വർണത്തിന് കിട്ടിയില്ല. കാരണം ലോകം മുഴുവൻ വലിയൊരു യുദ്ധത്തിൻ്റെ വക്കിൽ നിന്നിട്ടും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകർന്നില്ല. അവർക്ക് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായില്ല. അവരുടെ സ്റ്റോക്ക് മാർക്കറ്റുകൾ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ പലിശ നിരക്കുകൾ കുറഞ്ഞതുമില്ല. ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ശക്തമായി നിലനിൽക്കുമ്പോൾ യാതൊരു പലിശയും തരാത്ത സ്വർണം കയ്യിൽ വെക്കുന്നതാണോ അതോ 5% മുകളിൽ ഉറപ്പായ ലാഭം തരുന്ന ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നതാണോ ബുദ്ധി? അതെ, അവർ സ്വർണം വിറ്റ് ബോണ്ടുകളിലേക്ക് പോയി. പോരാത്തതിന് സ്വർണം ഇത്രയും തകർന്നിട്ടും ലോകത്തെ വമ്പൻ ബാങ്കുകൾ ഇപ്പോഴും സ്വർണ്ണവില ഉടനെ മുകളിലേക്ക് കുതിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഈ കളിയുടെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡുകൾ രംഗത്തേക്ക് വരുന്നത്. സാധാരണ നിക്ഷേപകരും ഫണ്ടുകളും കൂട്ടത്തോടെ സ്വർണം വിറ്റൊഴിവാക്കിയിട്ടും ഈ തകർച്ചയ്ക്കിടയിലും തിരശ്ശീലയ്ക്ക് പിന്നിൽ ലോകത്തെ ഏറ്റവും വലിയ ചില ശക്തികൾ രഹസ്യമായി സ്വർണം വാങ്ങി കൂട്ടുന്നുണ്ടായിരുന്നു. ലോകത്തെ സാധാരണ ഇൻവെസ്റ്റർമാരും ഗോൾഡ് ഫണ്ടുകളും ബോണ്ട് വാങ്ങാൻ വേണ്ടി സ്വർണം വിറ്റൊഴിവാക്കുമ്പോൾ അത് മുഴുവൻ വാങ്ങിക്കൂട്ടിയ ആ രഹസ്യ ശക്തി വേറെ ആരുമല്ല, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ. വെറുതെ പറയുന്നതല്ല, കണക്കുകൾ നോക്കുക. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് മാത്രം പോളണ്ട് 51 ടൺ സ്വർണമാണ് വാങ്ങിക്കൂട്ടിയത്. ചൈന 33 ടണ്ണും ഉസ്ബെക്കിസ്ഥാൻ 16 ടണ്ണും കസാക്കിസ്ഥാൻ 15 ടണ്ണും വാങ്ങി. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ വലിയ കളിയിൽ നമ്മുടെ ഇന്ത്യ ഇല്ലേ എന്ന് ചിന്തിക്കാൻ വരട്ടെ. ഈ മാസ്റ്റർ മൈൻഡുകളുടെ കൂട്ടത്തിൽ നമ്മുടെ സ്വന്തം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും RBI മുൻപന്തിയിലുണ്ട്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ RBI വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുക മാത്രമല്ല ചെയ്തത്. വർഷങ്ങളായി ഇംഗ്ലണ്ടിലെ ബാങ്കുകളിൽ സൂക്ഷിച്ചിരുന്ന ഇന്ത്യയുടെ 100 ടണ്ണോളം വരുന്ന സ്വർണമാണ് ഈ അടുത്ത് അവർ തിരികെ നമ്മുടെ നാട്ടിലെ വോൾട്ടുകളിലേക്ക് അതീവ രഹസ്യമായി മാറ്റിയത്. 1991 ശേഷം ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ ഇത്രയും വലിയൊരു നീക്കം നടത്തുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ വെറും 3 മാസം കൊണ്ട് ഈ ബാങ്കുകൾ ലോക വിപണിയിൽ നിന്ന് തൂത്തുവാരിയത് ഏകദേശം 289 ടൺ സ്വർണമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് മുൻപ് വർഷത്തിൽ ശരാശരി 500 ടൺ സ്വർണമായിരുന്നു ഈ ബാങ്കുകൾ വാങ്ങിയിരുന്നത്. എന്നാൽ യുദ്ധം തുടങ്ങിയതോടെ ഇത് ഇരട്ടിയായി, അതായത് 1000 ടണ്ണായി മാറി. വേൾഡ് ഗോൾഡ് കൗൺസിൽ നടത്തിയ ഏറ്റവും പുതിയ സർവേയിൽ പറയുന്നത് ഇനി വരും വർഷങ്ങളിലും വൻതോതിൽ സ്വർണം വാങ്ങാൻ തന്നെയാണ് ഈ ബാങ്കുകളുടെ പ്ലാൻ എന്നാണ്. ഒരു ബാങ്കും സ്വർണം വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എന്തിനാണ് അവർ ഈ സ്വർണം വാങ്ങിക്കൂട്ടുന്നത്? ഉത്തരം വളരെ ലളിതമാണ്, എന്നാൽ അപകടകരവുമാണ്. അമേരിക്കൻ ഡോളറിനെ ലോകരാജ്യങ്ങൾക്ക് വിശ്വാസമില്ലാതായിരിക്കുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ആഗോള സാമ്പത്തിക വിപണിയിൽ അമേരിക്കൻ ഡോളറിൻ്റെ സ്വാധീനം വലിയ രീതിയിൽ ഇടിയുമെന്ന് ഈ ബാങ്കുകൾ വിശ്വസിക്കുന്നു. സാധാരണ ഇൻവെസ്റ്റർമാരെ പോലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലാഭം ഉണ്ടാക്കുകയല്ല സെൻട്രൽ ബാങ്കുകളുടെ ലക്ഷ്യം. അവർ നോക്കുന്നത് സുരക്ഷിതത്വമാണ്. നാളെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകർന്നാൽ അവരുടെ രാജ്യം തകരാതിരിക്കാനുള്ള ഒരേ ഒരു ബാക്കപ്പ് ഈ സ്വർണമാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് സ്വർണ്ണവില ഇടിഞ്ഞാലും JP മോർഗനെ പോലെയുള്ള വമ്പൻ ബാങ്കുകൾ 2026 അവസാനത്തോടെ സ്വർണ്ണവില വീണ്ടും ഔൺസിന് $6000 കടക്കുമെന്ന് പ്രവചിക്കുന്നത്.
HSBC പോലെയുള്ള ചില ബാങ്കുകൾ $4,750 കൂടുതൽ സേഫായ മറ്റൊരു പ്രവചനവും നടത്തുന്നുണ്ട്. ചുരുക്കത്തിൽ സ്വർണത്തിൻ്റെ യഥാർത്ഥ കളി തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എന്ത് ചെയ്യണം? സ്വർണം വാങ്ങണോ, വിൽക്കണോ, അതോ കാത്തിരിക്കണോ? സ്വർണ്ണവില ഇടിയുന്നു എന്ന് കരുതി കയ്യിലുള്ളത് വിറ്റൊഴിവാക്കാൻ നിൽക്കരുത്. കാരണം ലോകത്തെ വലിയ ശക്തികളെല്ലാം സ്വർണം വാങ്ങിക്കൂട്ടുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള നിക്ഷേപങ്ങളുടെ ഒരു ചെറിയ ശതമാനമെങ്കിലും സ്വർണമായി തന്നെ നിലനിർത്തുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള കൃത്യമായ ഉത്തരം നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾക്ക് എല്ലാ മാസവും കൃത്യമായ ഒരു വരുമാനം കിട്ടണം എന്നതാണെങ്കിൽ സ്വർണം അതിന് പറ്റിയ ഒരു ചോയ്സ് അല്ല. കാരണം ബോണ്ടുകളെയോ ബാങ്ക് നിക്ഷേപങ്ങളെയോ പോലെ സ്വർണത്തിൽ നിന്ന് നിങ്ങൾക്ക് പലിശയൊന്നും കിട്ടില്ലല്ലോ. എന്നാൽ ഭാവിയിൽ വലിയൊരു സാമ്പത്തിക തകർച്ചയെ നേരിടാൻ വേണ്ടിയാണ് നിങ്ങൾ സ്വർണം വാങ്ങുന്നതെങ്കിൽ വില ഏറ്റവും കുറയുന്ന സമയം നോക്കിയിരിക്കാതെ പതുക്കെ പതുക്കെ വാങ്ങുന്നതാണ് ബുദ്ധി. ഒറ്റയടിക്ക് വലിയൊരു തുക നിക്ഷേപിക്കുന്നതിന് പകരം ചെറിയ ചെറിയ അളവിൽ വാങ്ങിക്കൂട്ടുക. അങ്ങനെ വരുമ്പോൾ വില കുറഞ്ഞാലും വലിയ നഷ്ടം വരില്ല. ഇനി വില കൂടിയാലോ നിങ്ങൾക്ക് അതിൻ്റെ ലാഭവും കിട്ടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം ഇതാണ്. സാമ്പത്തിക വിപണി ഒരിക്കലും ഒരു കാരണം കൊണ്ട് മാത്രം മാറുന്ന ഒന്നല്ല. പെട്ടെന്നൊരു ദിവസം ആളുകൾക്ക് സ്വർണത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടല്ല വില ഇടിയുന്നത്. അമേരിക്കൻ സർക്കാരിൻ്റെ ബോണ്ട് ഈൽഡ്, വിലക്കയറ്റം, പലിശ നിരക്കുകൾ, ജനങ്ങളുടെ ഭയം, ലോകത്തെ വമ്പൻ സെൻട്രൽ ബാങ്കുകളുടെ രഹസ്യ നീക്കങ്ങൾ, ഇതെല്ലാം കൂടി ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ ഈ കണ്ടത്. അതുകൊണ്ട് സ്വർണ്ണവില നാളെ എങ്ങോട്ട് പോകുമെന്ന് തല പുകയ്ക്കുന്നതിന് പകരം വലിയൊരു കാര്യത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കരിയർ വളർത്തുക, വരുമാനം കൂട്ടുക, കൃത്യമായി സമ്പാദിക്കുക. എന്നിട്ട് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കനുസരിച്ച് മാത്രം നിക്ഷേപിക്കുക. കാരണം സ്വർണമോ ബോണ്ടോ ഷെയർ മാർക്കറ്റോ ഒന്നുമല്ല. കാലക്രമേണ മികച്ച വരുമാനം ഉണ്ടാക്കാനും നിങ്ങളുടെ സമ്പത്ത് കെട്ടിപ്പടുക്കാനും നിങ്ങൾക്ക് തന്നെയുള്ള കഴിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക അസറ്റ്. അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ സങ്കീർണമായ ഇത്തരം ലോകകാര്യങ്ങളും ബിസിനസ്, ജിയോ പൊളിറ്റിക്സുമെല്ലാം വളരെ ലളിതമായി മനസ്സിലാക്കാൻ ദ പ്രസന്റ് ടോക്സ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു കിടിലൻ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.